മീൻ 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 നല്ല കരിമീൻ, കാട്ടിലെ മീൻ നല്ല ഇന്ന് മത്തിയിട്ട്, മത്തിയല്ല നാടൻ ചാളയും വാളയുമാണ് കിട്ടിയത്. ഹായ് ഹായ്, കുറേ ദിവസമായി മീൻ വാങ്ങിയിട്ട് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. വാളയും നാടൻ ചാളയും. നാടൻ ചാള ഞാൻ ക്ലീൻ ചെയ്ത് തരണ്ടെന്ന് പറഞ്ഞു, കാരണം ഇന്ന് എടുക്കുന്നില്ല. പിന്നെ എൻ്റെ പൂച്ച വരും, പൂച്ചയ്ക്ക് കൊടുക്കണമായതുകൊണ്ട് ക്ലീൻ ചെയ്യണ്ടെന്ന്. അതിൻ്റെ പ്രാല് മാത്രം കളഞ്ഞു വാങ്ങിച്ചു. വാള എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് 3-4 വെള്ളം ക്ലീൻ ചെയ്തെടുക്കണം. വാള ഒരെണ്ണം അത്ര പോരാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത്ര പോരാന്ന് തോന്നിയ വാള ഞാൻ ഫ്രൈ ചെയ്യാനും നല്ല വാള കറി വയ്ക്കാനും എൻ്റെ ഒരു നിഗമനമാണ്. ഇത് നല്ല കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി വാള. അത് സ്വല്പം ഒരു പിതങ്ങലുണ്ട്. ലാസ്റ്റ് എനിക്ക് 50 രൂപയുടെ കുറച്ച് തന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. പോട്ടെ, എന്തായാലും നമുക്ക് വാളക്കറിയും വെച്ച് ഒരു വാള ഫ്രൈയും ചെയ്യാം. ഫ്രൈ ചെയ്യാൻ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി, അല്പം 1 സ്പൂൺ 2 സ്പൂൺ എടുത്ത് 2 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1 സ്പൂണ്, 1 സ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കാരണം മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് അത് ഞാൻ ചേർത്തത്. പിന്നെ ഉപ്പ്. വാള മീൻ കറി വയ്ക്കാൻ തേങ്ങ ഒരു നാക്ക് തേങ്ങയെ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ മീനിനെ അടിച്ചു വെച്ചിട്ടാണ് മീൻ വാങ്ങാൻ പോയത്. അപ്പോഴാണ് വാള കിട്ടിയത്. എങ്കിലും ഞാൻ ഫുള്ള് ചേർത്തിട്ടില്ല. അല്പം തേങ്ങ അരച്ചത് ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് അധികം വെള്ളമാവാതെ കുറുക്കി വറ്റിച്ചെടുക്കണം. അതാണ് വാളമീനിൻ്റെ ഒരു പുളി കൂടുതൽ ചേർക്കണം. അതാണ് വാളമീനിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു റെസിപ്പി അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാക്കി അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ മീൻ തിളയ്ക്കാനായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചില പഴയ പാത്രങ്ങൾ നമുക്ക് കളയാനേ തോന്നില്ല. മീൻ ഫ്രൈ ചെയ്യാൻ എനിക്ക് എപ്പോഴും കൈവാക്കി ഈ പാനാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായി ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 2 മാസം ആയതേ ഉള്ളൂ. ചേട്ടന് ഫ്രൈ ഒന്നും കൊടുത്തുവിടാം. അതുകൊണ്ട് ഞാൻ സാധാരണ ഫ്രൈ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഈ വാള കുറച്ചൊരു തന്നെ തോന്നിയതുകൊണ്ടാണ് ഫ്രൈ ചെയ്തത്. ഫ്രൈ ചെയ്ത് ഒളിച്ച് വയ്ക്കണം, കാണാതെ. നമ്മുടെ വാള മീൻകറി നന്നായി തിളച്ചിട്ടുണ്ട്. മണം നല്ല സൂപ്പർ മണം. മണം കേട്ടാൽ അറിയാം അതിൻ്റെ ഗുണം. ഫ്രൈ ചെറിയ തീയിൽ അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അല്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാള ഫ്രൈയും ഇവിടെ റെഡിയായി വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു വാളയ്ക്ക് എന്തോ സംതിങ്ങാണ്. മറ്റേത് നല്ല ബലത്തിലിരിക്കും, നല്ല സ്വല്പം കുഴഞ്ഞു പോയി. ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഫ്രൈയും കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാൻ പോകാം കൂട്ടുകാരെ. ബൈ ബൈ. നമുക്ക് ചോറ് കഴിക്കാം. വാള മീൻകറി, ചമ്മന്തി, പച്ചടി, വാള ഫ്രൈ, ഇതൊക്കെ പോരെ. ഇനി വേണമെങ്കിൽ പപ്പടമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൽ വയ്ക്കുന്നില്ല. എനിക്ക് പപ്പടമൊന്നും ഇഷ്ടമില്ല.